Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് മോഡൽസ്, അതായത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് 4 മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് റാഷണൽ മോഡല്, പിന്നെ പറഞ്ഞിരിക്കുന്നത് ബൗണ്ടഡ് റാഷണാലിറ്റി മോഡല്, ഇൻറ്റ്യൂഷൻ ബേസ്ഡ്, ആൻഡ് ലാസ്റ്റ് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. അങ്ങനെ 4 മോഡലിനെ കുറിച്ച് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടന്റ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ മുന്നത്തെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചൊരു കാര്യമാണ് റാഷണാലിറ്റി ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അതിൻ്റെ പേര് റാഷണൽ മോഡൽ അല്ലെങ്കിൽ മോഡൽ ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എന്താണ് ഈ റാഷണൽ മോഡൽ ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, റാഷണൽ മോഡലിൽ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകളായിരിക്കും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആൻഡ് ഗൈഡ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ മേക്കിംഗ് സൗണ്ട് ഡിസിഷൻസ്. ഗ്രൂപ്പുകളായിട്ടോ അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് തന്നെയോ ഈ ഒരു മെത്തേഡിൽ ഡിസിഷൻസ് എടുക്കാവുന്നതാണ്. കാരണം എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു മെത്തേഡ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്കൊരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റില്ല. പകരം ഓരോ ഘട്ടമായിട്ട് മാത്രമാണ് എത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മുടെ ആക്ച്വൽ പ്രോബ്ലം എന്താണ്, ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ആ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിനുള്ള പല ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നോക്കാനുള്ളത്. ആ ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് സെലക്ടിങ് ദ ബെസ്റ്റ് കോഴ്സ് അല്ലേ, കിട്ടിയിരിക്കുന്ന ഓൾട്ടർനേറ്റീവ്സിൻ്റെ ഓരോ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നോക്കിയിട്ട് അതിൽ ബെസ്റ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അപ്രോച്ച് മെയിനായിട്ടും എംഫസൈസ് ചെയ്യുന്ന എന്തിനെക്കുറിച്ചാണ്, ലോജിക്കൽ റീസണിങ് ആണ്. യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള, തീരുമാനം എടുക്കാനും ഒബ്ജക്റ്റീവായിട്ട് അനാലിസിസ് ചെയ്യാനും ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തെറ്റുകളൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യാനും, ആൻഡ് സബ്ജക്റ്റിവിറ്റി ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. സബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ആ ഡിസിഷൻ എടുക്കുന്ന വ്യക്തിയുടേതായ ചില താല്പര്യങ്ങളും കൂടി പ്രാധാന്യം കൂടി എടുത്തിട്ടായിരിക്കും നമ്മൾ ഡിസിഷനിലേക്ക് എത്തുന്നുണ്ടാവുക. ഇതിനെ തന്നെയാണ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത്, ഈ ഒരു റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റിൽ നോർമാറ്റീവ് ആണെന്നുള്ളതാണ്. നോർമാറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായിട്ടും ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നോർമാറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ദേ ഫോളോ ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ് എന്നാണ് പറയുന്നത്. പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ അതിലേക്ക് എന്താ പറയുക, യോജിപ്പിച്ചെടുത്തുകൊണ്ട് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് അതിലേക്ക് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കുന്ന അപ്രോച്ചുകളാണ് ഈ ഒരു മെത്തേഡിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് പരമാവധി ഡിസിഷൻസ് നമ്മൾ ഓപ്റ്റിമം ഡിസിഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. ആ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് പോകുന്നത്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെയും ഔട്ട്കം നമുക്ക് കിട്ടുന്നത് പരമാവധി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം അത് നമുക്ക് അറിയാൻ പോകുന്ന ഒരു ഔട്ട്കം ആണ്, അല്ലെങ്കിൽ വളരെ സെർട്ടനിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ എന്തൊക്കെ സ്റ്റേജിലൂടെയാണ് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്, അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ദ ഗോൾ. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, അത് വ്യക്തികളായാലും ഓർഗനൈസേഷൻ ആയാലും ആദ്യം എന്താണോ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് അതിനെയാണ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗോൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ പ്രോബ്ലം എന്താണ്, അത് നമ്മൾ കൃത്യമായിട്ട് നിർവചിക്കുക എന്നുള്ളത്, ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടാൻ പറ്റുമോ അതെല്ലാം വേണ്ട സ്ഥലങ്ങളിൽ നിന്ന് വേണ്ട അളവിലെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേൽ ഈ കിട്ടിയ വിവരങ്ങളെല്ലാം അങ്ങനെ അടുക്കും ചിട്ടയില്ലാതെ കിട്ടുന്ന വിവരങ്ങളാണ് അല്ലേ, പല ഭാഗത്തുനിന്നും പലതരത്തിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ കിട്ടിയതിനെല്ലാം നമ്മൾ എന്തായിട്ട് എടുക്കും, ഓരോ ഓപ്ഷനെയും ഇങ്ങോട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എത്ര എണ്ണം കിട്ടിയോ ഓപ്ഷൻസ്, അതിന് നമ്പർ 1 നമ്പർ 2 പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തേൽ എത്തുമ്പം ഇനി ആ കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം എങ്ങനെ അടുക്കും ചിട്ടയോടെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ഏതിനാണോ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ആ വാല്യൂ ഉള്ളത് ഫസ്റ്റ് കൊടുക്കണോ, കുറച്ച് കുറവുള്ള തൊട്ട് താഴെ, അങ്ങനെ അതിൻ്റെ വാല്യൂവിൻ്റെ ബേസിൽ വേണം അതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒട്ടും വേണ്ടാത്തതൊക്കെ ആകുമ്പോൾ ലാസ്റ്റിലേക്ക് ലോവർ വാല്യൂയിലേക്ക് വരിക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചാമത്തെ
അഞ്ചാമത്തെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇത്രയും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ വാല്യൂന്റെ ബേസിലൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും നല്ലത് ഏതാണോ ഓരോ ഓപ്ഷനെയും നമ്മൾ വിലയിരുത്തുക നന്നായിട്ട്, അതിന്റെ ശരിയും തെറ്റും ഗുണവും ദോഷവും ഒക്കെ നോക്കിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് വൺ ഏതാണോ അതിനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇനി സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം പോരല്ലോ, നമ്മൾ അത് ആക്ഷനിലേക്ക് കൊണ്ടുവരണം. അതായത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകണം. നമ്മൾ തീരുമാനം എടുക്കുന്ന എന്തിനാ, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പ്രോബ്ലത്തിലേക്ക് ആ സൊല്യൂഷൻ കൊടുക്കണമല്ലോ, എന്നാലല്ലേ നമുക്ക് അതിൻ്റെ ഔട്ട്കം കിട്ടാറുള്ളൂ. അതുകൊണ്ട് നമ്മളത് ഫൈനലൈസ് ചെയ്ത് തീരുമാനിച്ചിട്ട് അത് ആക്ഷനിലേക്ക് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂഷൻ നടത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ഇനി അത് നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന് റിവ്യൂ നോക്കുക ഓഫ് ഡെസിഷൻസ് ആൻഡ് കോൺസിക്വൻസ്. നമ്മൾ എടുത്ത തീരുമാനത്തിന് ഒരു പുനഃപരിശോധന, അതായത് അത് ശരിയായോ തെറ്റാണോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് സംഭവിച്ചെന്നുള്ളതൊക്കെ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഈ 7ഓളം സ്റ്റേജിലൂടെ വേണം ഒരു റാഷണൽ ഡെസിഷൻ മേക്കിംഗ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് റാഷണൽ ഡെസിഷൻ മേക്കിംഗ്. അപ്പോൾ എന്താണ് റാഷണൽ ഡെസിഷൻ മേക്കിംഗ് എന്ന് പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കുക, എത്ര ഘട്ടങ്ങളിലൂടെയാണ് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് നോക്കുക. ഇനി ഇത് എടുക്കുന്നത് കൊണ്ട്, ഇത്തരത്തിലൊരു റാഷണൽ ഡെസിഷൻ മേക്കിംഗ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രാധാന്യങ്ങളാണ് നമ്മുടെ ബിസിനസ്സിലും അല്ലെങ്കിൽ ലൈഫിലൊക്കെ ഉണ്ടാവുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. കാരണം എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഡെസിഷൻ ആണെങ്കിലും അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, കൃത്യമായിട്ടൊരു ഘടന അതിനുണ്ടായിരിക്കുന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും തോന്നുന്നോടെ തുടങ്ങി എവിടെയെങ്കിലും എൻഡ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും അത് പറ്റില്ല. വളരെ കൃത്യതയോട് കൂടിയിട്ട് അച്ചടക്കത്തോട് കൂടിയിട്ട് സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒബ്ജക്റ്റീവ് അനാലിസിസ് ആണ്. കാരണം ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ യുക്തിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. എന്തുകൊണ്ട്, അതിൻ്റെ കാരണത്തിന്, അതിൻ്റെ ഒബ്ജക്റ്റീവ് അനാലിസിസ്, അതിൻ്റെ മോഡലിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് പരമാവധി തെറ്റുകളെ തിരുത്താനും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടും പേഴ്സണൽ പ്രിഫറൻസ് ഒക്കെ നോക്കിക്കൊണ്ടൊക്കെയാണ് നമുക്ക് ഒരു അനാലിസിസ് അവിടെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചെയ്യുന്ന കാര്യത്തിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് കാര്യങ്ങളും കൃത്യമായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് താല്പര്യമുള്ള കക്ഷികൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് കൃത്യമായിട്ട് അത് കാരണത്തോടു കൂടി നമുക്കത് കാണിച്ചു കൊടുക്കാൻ അവിടെ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ വിശ്വാസം, നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിൽ നല്ലൊരു വിശ്വാസവും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആളുകൾ തമ്മിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് ഈ രീതിയിൽ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് റിസ്കിനെയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബൈ കൺസിഡറിങ് ദ പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഈച്ച് ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദെയർ റിസ്ക്, ഓരോ ഓൾട്ടർനേറ്റീവിനെയും നമ്മൾ കൺസിഡർ ചെയ്യണോ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നോക്കുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു റിസ്കിനെ. അപ്പോൾ ഇതുവഴി നമുക്കിങ്ങനെ ഓരോ മോഡൽസ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു റിസ്കിനെ പരമാവധി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാനുള്ളത്. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് എൻഹാൻസിങ് ഡെസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റി. ഈ ഒരു മോഡലിന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഡെസിഷൻ എടുക്കാൻ നമ്മൾ ഏബിൾ ആവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ആറാമത്തെ പോയിന്റിൽ പറയുന്നത് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. എന്താണ് കൺസിസ്റ്റൻസി? നമ്മൾ എന്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്താലും എൻഡ് ചെയ്യുന്നത് വരേക്ക് അത് ഒരു സ്ഥിരത കൊണ്ടുവരിക, ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാതെ ഒരു സ്റ്റാൻഡേർഡ് അതിന് വെക്കുക, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഒരു ഫ്രെയിം വർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷനിലൂടെയും ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലൂടെയൊക്കെ. ദിസ് എൻഷുവേഴ്സ് ദ ഡിസിഷൻസ് ആർ മെയ്ഡ് ഇൻ ഫെയർ ആൻഡ് ഇമ്പാർഷ്യൽ മാനർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വളരെ ഇമ്പാർഷ്യൽ രീതിയിൽ എവിടെയും ഒരു എന്താ പറയുക പാർഷ്യാലിറ്റി കാണിക്കുക, പക്ഷഭേദം കാണിക്കാതെ വളരെ ഇമ്പാർഷ്യലായിട്ടും റിഗാർഡ്ലെസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, വ്യക്തികൾ തമ്മിലുള്ള ചില വൈരുദ്ധ്യങ്ങളുടെ ബേസിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പുറമേ നിന്നുള്ള വല്ല സമ്മർദ്ദം മൂലമോ ഒന്നും നമ്മൾ അതിന് മാറ്റങ്ങൾ കൊണ്ടുവരുത്താതെ എല്ലാം ഒരേ രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടു നടത്താൻ സാധിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തത് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. ഈ ഒരു മോഡൽ പ്രത്യേകിച്ച് ഹെൽപ്ഫുൾ ആവുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ആസൂത്രണം ഇവിടെ ഇതിലൂടെ ചെയ്യാൻ പറ്റും. ലോങ് ടേം ഗോൾസും അതിൻ്റെ കോൺസിക്വൻസസും അതിൻ്റെ ഇംപ്ലിക്കേഷൻസും ഒക്കെ. ആൻഡ് ഡിസിഷൻസിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഏത് ആദ്യം ചെയ്യണം, ഏത് ആക്ടിവിറ്റി ആദ്യം ചെയ്യണം,
ഏതിനാണ് ഇമ്പോർട്ടൻസ്, ഏത് ചെയ്താലാണ് നമുക്കൊരു സക്സസ്സിലേക്ക് ഓവറോൾ സക്സസ്സിലേക്ക് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ആയിട്ട് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് ഇങ്ങനെ അത് പഠിച്ച് മനസ്സിലാക്കി ഡിസിഷൻസ് എടുത്തിട്ടാണ് അടുത്തതിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് എന്നുള്ളൊരു കൾച്ചറിലേക്ക് അത് പോവുകയാണ്. ഓരോന്നിനെയും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് മെച്ചപ്പെട്ട് വരികയാണ് ചെയ്യുക അല്ലേ, കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വരും. ഡിസിഷൻ മേക്കേഴ്സിന് എളുപ്പം തന്നെ എവിടെയൊക്കെ ഏത് മേഖലയിൽ ഏത് ഏരിയയിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, അവിടെ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ അവർ ഒന്നുകൂടിയിട്ട് നല്ല റിഫൈൻ ചെയ്തെടുക്കും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെയൊക്കെ. അങ്ങനെ പോകുന്തോറും അവർക്ക് അങ്ങനെ നല്ല രീതിയിലൊരു ഡെസിഷൻ എടുക്കാൻ അവിടെ സാധിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. 9ാമത്തെ പോയിന്റിൽ ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റിയാണ്. അൾട്ടിമേറ്റ്ലി ഈ ഒരു റാഷണൽ ഡിസിഷൻ മേക്കിംഗ് മോഡലിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഡെസിഷൻസ്. വെറുതെ ഒരു തീരുമാനം എടുക്കുകയല്ല, എടുക്കുന്ന തീരുമാനങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടും വളരെ എന്താ പറയുക ക്വാളിറ്റിയോട് കൂടിയിട്ടും നമുക്ക് ഗുണത്തോട് കൂടിയിട്ടും നമുക്ക് കിട്ടുന്നു. ആൻഡ് സ്ട്രക്ചേർഡ് ഫ്രെയിം വർക്കും ഉണ്ടാവുന്നു. എല്ലാ ഓൾട്ടർനേറ്റീവിനെ അസസ് ചെയ്തിട്ടും അതിൻ്റെ കോൺസിക്വൻസ് നോക്കിയിട്ടൊക്കെയാണ് ഏറ്റവും നല്ലത് ഒന്നിനെ സെലക്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബെറ്റർ ഔട്ട്കംസ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇത് സയൻറ്റിഫിക്കലി ഒബ്റ്റെയിൻഡ് ഡാറ്റയാണ്. ഒരു ഇൻഫർമേഷണൽ ഡിസിഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ വെറുതെ ഒരു വാക്കുകൊണ്ട് പറഞ്ഞ് എടുക്കുന്ന തീരുമാനങ്ങളല്ല, കൃത്യമായിട്ടുള്ള ഓരോ സ്റ്റേജസ് പാസ് ചെയ്തുകൊണ്ട് വളരെ സയൻറ്റിഫിക്കായി നമുക്ക് എടുക്കാൻ പറ്റും. ആ ഡിസിഷൻ മേക്കിംഗ് മോഡൽ വഴി നമുക്ക് ഒരുപാട് എറേഴ്സും അൺസർട്ടനിറ്റി അസംഷൻസും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. റെഡ്യൂസ് ദ ചാൻസ്, എറേഴ്സ് തെറ്റുകൾ വരുന്നതൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ. ആൻഡ് റെഡ്യൂസ് റിസ്ക് ഓഫ് ഫെയിലിയർ. നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിൽ തോൽവികളും അല്ലെങ്കിൽ വിജയങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു തോൽവികൾ ഉണ്ടാവാനുള്ള സാധ്യതയെ നമുക്ക് ഒരു പരിധി വരയ്ക്ക് അവിടെ കുറയ്ക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ആൻഡ് ഇതുവഴിക്ക് എന്താണ് ഡിസിഷൻ മേക്കേഴ്സിന് എത്ര വലിയ കോംപ്ലക്സ് എൻവയോൺമെൻറ്റിൽ ഒരു ഡിഫിക്കൾട്ട് പ്രോബ്ലം വന്നാലും ഈ ഒരു രീതി ഉപയോഗിച്ച് അവർക്ക് നല്ലൊരു ഡെസിഷനിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഒരു മോഡൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് കൂടി എപ്പോഴും ഉണ്ടായിരിക്കും. ആക്ച്വൽ ഡിസിഷൻ മേക്കിംഗ് ഒരിക്കലും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഘട്ടമായിട്ടും സയൻറ്റിഫിക്കലി ഒക്കെ നോക്കിയിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത് പറഞ്ഞു. പക്ഷേ എന്നാൽ അത് ഏത് മോഡലിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് ആരും ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് വേണം നമ്മൾ പറയുന്നുണ്ടല്ലോ, എന്നാലാണ് അതിന്ന് ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഓൾട്ടർനേറ്റീവ്സിൻ്റെ നമ്പർ കൂടുമ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരുപാട് നമ്പേഴ്സ് വേണം എന്നുള്ളൊരു ചിന്താഗതി വരിക. പക്ഷേ എപ്പോഴും നമുക്ക് അത്രത്തോളം അത് കിട്ടിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അതിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് വളരെ നോർമാറ്റീവാണ്. ചില ക്രൈറ്റീരിയ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പ്രിസ്ക്രിപ്റ്റീവ് നേച്ചറാണ്. ഇത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മളിങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് തരുന്നുള്ളൂ. ദേ ഓൺലി ഡിസ്ക്രൈബ് എന്താണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഏത് ഡെസിഷനാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അവിടെ പറയുന്നുള്ളൂ. അല്ലാണ്ട് വേറെയുള്ള കാര്യങ്ങളിലേക്ക് അത് കടക്കുന്നില്ല. ആൻഡ് 4ാമത്തെ പോയിന്റിൽ ദേ ഡു നോട്ട് ഡിസ്ക്രൈബ് ഹൗ ഡിസിഷൻ മേക്കേഴ്സ് ആക്ച്വലി ബിഹേവ് ഡിഫറെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ്. അവർക്ക് ഒരിക്കലും എന്ത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നില്ല, എങ്ങനെയാണ് ഡിസിഷൻ മേക്കേഴ്സ് ആക്ച്വലി ബിഹേവ് ചെയ്യേണ്ടത്. പലതരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ആ ഡിസിഷൻ മേക്കേഴ്സ് ബിഹേവ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും അവിടെ വ്യക്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നില്ല. ദേ ഓൺലി ഡിസ്ക്രൈബ് വാട്ട് ദ ബെസ്റ്റ് ഈസ് എന്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറേ ഓപ്ഷൻ കിട്ടും, അതിലത്തെ ഏറ്റവും ബെസ്റ്റ് വെണ്ണ ഏതാന്ന് മാത്രമാണ് അവിടെ കിട്ടുന്നുള്ളൂ. ആൻഡ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് നോട്ട് അച്ചീവ്ഡ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ. എപ്പോഴും നമുക്ക് എല്ലാ തീരുമാനങ്ങളും ഏറ്റവും നല്ലതേ എടുത്തിട്ടുള്ളൂ, ആ നല്ലതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ഇതൊന്നും നമുക്ക് അവിടെ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. ദേ ഹാവ് നോ സ്കോപ്പ് ഫോർ മാനേജീരിയൽ ജഡ്ജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതിലെ ബെസ്റ്റ് വൺ ഏതാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പ്രത്യേകിച്ചൊരു മാനേജീരിയൽ ജഡ്ജ്മെൻറ്റോ ഒരു ഇൻറ്റ്യൂഷനോ പേഴ്സണൽ ബയാസസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും
യാതൊരു പ്രാധാന്യം ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാം പ്യുവർലി സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ കഴിവുള്ള ഒരു വ്യക്തിയുടെ ജഡ്ജ്മെന്റ് ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് എൻ്റെ ഉള്ളിലുള്ള തോന്നൽ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി വരുന്ന ബയാസസ് ഇന്നതിൻ്റെ പേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു സ്കോപ്പ് ഇവിടെ ഇല്ല. ആൻഡ് ദേ ആർ തിയറിറ്റിക്കലി, ഇപ്പം ഇത്രയും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതൊക്കെ പ്യുവർലി എന്താണ്, ഒരു തിയറി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പം ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത, ഒരിക്കലും യഥാർത്ഥമല്ലാത്ത ചില കാര്യങ്ങളിലൂടെ പോവാനും സാധ്യത കൂടുതൽ, അൺറിയലിസ്റ്റിക് ഇൻ നേച്ചർ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മോഡലിൻ്റെ ലിമിറ്റേഷൻ, പോരായ്മയായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. ഈ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് മോഡൽ എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒന്ന് പ്രധാനമായിട്ടും ബിസിനസ് മാനേജ്മെൻറ്റിലാണ്. ബിസിനസ് മാനേജ്മെൻറ്റിൽ എന്ന് പറയുമ്പം ഇവിടെ മാനേജേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് ആണ് ഈ ഒരു മോഡൽ എപ്പോഴും ഒരു സ്ട്രാറ്റജിക് ഡിസിഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ ബിസിനസ്സിൻ്റെ പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഉള്ള റിസോഴ്സിനെ കൃത്യമായി അലോക്കേറ്റ് ചെയ്യാനും മാർക്കറ്റ് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് സിസ്റ്റമാറ്റിക്കലി എന്ത് ചെയ്യണം, ഇതിനൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് പോയാൽ മാത്രമാണ് അതിൻ്റെ ഔട്ട്കം ഒപ്റ്റിമൈസ് ചെയ്യാനും റിസ്ക് മിനിമൈസ് ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കും. അപ്പോൾ ഒരു ഏരിയ എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ് തന്നെയാണ്. ഇനി രണ്ടാമത്തത് പറയുമ്പം ഒരു പൊതുവായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാൻ പബ്ലിക് പോളിസികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. കാരണം പ്രധാനമായിട്ടും നയരൂപീകരണം എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ് അതിൻ്റെ പോളിസി മേക്കേഴ്സൊക്കെയാണ് ഇത്തരത്തിലുള്ള റാഷണൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ നിയമവ്യവസ്ഥകളൊക്കെ കൊണ്ടുവരുന്നത്, പോളിസികളും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ഇത് ഉറപ്പുവരുത്തണം, ഈ ഡിസിഷൻസ് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ എന്ത് എവിഡൻസിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ ഇതിന് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, ഒരു സോഷ്യൽ നീഡ്സ്, ഒരു സൊസൈറ്റിക്ക് എങ്ങനെയൊക്കെ ഇതിൻ്റെ ആവശ്യകത ഉണ്ട്, അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ പോയിന്റിൽ പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇനി ഓരോ വ്യക്തികൾക്കും വേണമെങ്കിൽ ഈ ഒരു മോഡൽ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഈ ഒരു മോഡൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ജീവിതത്തിലെ പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ കരിയർ ചോയ്സ് എങ്ങനെ വേണം, നമുക്ക് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, മേജർ പർച്ചേസസ് എന്തൊക്കെയാണ്, അങ്ങനെ ആ ഒരു സ്ട്രക്ചർഡ് അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒന്ന് നമ്മുടെ അതിൻ്റെ വാല്യൂസൊക്കെ ഒബ്ജക്റ്റീവ്സൊക്കെ ഒന്ന് അലൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നാലാമത്തെ പോയിന്റിൽ പറയുന്ന പ്രൊജക്റ്റ് മാനേജ്മെന്റ് ആണ്. പ്രൊജക്റ്റ് മാനേജ്മെന്റിലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. കാരണം ഓരോ പ്രോജക്റ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, അവിടെയൊക്കെ ഇത് ആവശ്യമുള്ളതാണോ എന്നൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ ഡിസിഷൻ മേക്കിംഗ് ആണ് വരുന്നത്. സോ പ്രൊജക്റ്റ് മാനേജേഴ്സിനും വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് റിലേ ചെയ്യാം, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, പ്രോബ്ലം സോൾവ് ചെയ്യാനും. പിന്നെ പല കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനെയൊക്കെ പരിഹരിക്കാനും ഈ പ്രൊജക്റ്റ് ടീംസിൻ്റെ ഉള്ളിൽ തന്നെ ഏതൊക്കെ ടാസ്കിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയൊക്കെ അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പല കാര്യങ്ങളുമായിട്ട് ഒന്ന് കൊളാബറേറ്റ് ചെയ്ത് പോകാനും ഡിസിഷൻസ് അങ്ങനെ എടുക്കുന്നതൊക്കെ പ്രൊജക്റ്റിൻ്റെ ഒരു സക്സസ് ഉറപ്പുവരുത്താനൊക്കെ അവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് പറഞ്ഞത് എന്താണ്, റാഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇനി ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഓരോ ഘട്ടങ്ങളായിട്ട് നടത്തേണ്ടത്, ആ 7 ഘട്ടങ്ങൾ എന്താ നോക്കി. അതിനുശേഷം ഇത്തരത്തിലൊരു റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അതും കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൻ്റെ അഡ്വാൻറ്റേജ്, ഗുണങ്ങളും അതേപോലെ ഇതിൻ്റെ ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ട്. ഇനി എവിടെയൊക്കെയാണ് ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, പ്രധാനമായിട്ടുള്ള 4 മേഖല പറഞ്ഞ, ഒന്ന് ബിസിനസ് മാനേജ്മെൻറ്റിലുണ്ട്, പബ്ലിക് പോളിസികളിലുണ്ട്, ആൻഡ് പേഴ്സണലായിട്ട് നമുക്ക് വേണ്ട ഡിസിഷൻ മേക്കിംഗ് യൂസ് ചെയ്യാം, പിന്നെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട 4 മോഡലുകളെ കുറിച്ച് പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ മോഡൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡൽ ഇവിടെ കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്കൊരു അടുത്ത മോഡലായിട്ട് ഉള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം 4 മോഡൽ പഠിച്ചാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പരമാവധി നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട് സമയത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ കൊടുക്കുന്ന ഓരോ വീഡിയോയുടെയും റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും ഷെയറിലൂടെയും മാത്രമാണ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചും നമ്മൾ തരുന്ന ആ ഒരു ക്ലാസ്സിൽ എത്രത്തോളം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ യാതൊരു മടിയും കാണിക്കരുത്. അതിന് യാതൊരു തരത്തിലുള്ള ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനൊന്നും ഒരു മടിയും കാണിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്